കൃഷി, മൃഗസംരക്ഷണം എന്നീ മേഖലകളിലെ നല്ല കാഴ്ചകളുമായി നാട്ടുപച്ച വീണ്ടും എത്തിയിരിക്കുന്നു. നാട്ടുപച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. 1000 കോഴിക്ക് അരക്കാട എന്നൊരു ചൊല്ലുണ്ട് നാട്ടിൽ. ശാസ്ത്രീയമായി അടിസ്ഥാനമൊന്നുമില്ലെങ്കിലും കാടയെപ്പറ്റി അറിയാത്തവർക്കും അറിയുന്നതാണ് ഈ പഴഞ്ചൊല്ല്. ഈ പഴഞ്ചൊല്ലിൻ്റെ കാലത്തില്ലാതിരുന്ന ഒരു കാടയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. സാധാരണ കാടയേക്കാൾ പല രീതിയിലും വ്യത്യാസമുള്ള വെള്ളക്കാട. കറുപ്പിൻ്റെ അഭംഗി തീരെയില്ല ഈ കാടകൾക്ക്. വെളുവെളുത്ത സുന്ദരി കാടകൾ, ചുവന്ന കണ്ണും ചന്തമുള്ള ചുണ്ടുമായി ലവ് ബേഡ്സിനെ തോൽപ്പിക്കുന്ന ഭംഗിയോടെ ഓമന പക്ഷികൾ. സാധാരണ കാടകളെ അറിയുന്നവർക്ക് ഈ വ്യത്യാസം വ്യക്തമായി മനസ്സിലാകും. നിലവിലെ കാടയ്ക്ക് ഒരു ചീത്തപ്പേരുണ്ട്, കാട്ടുകാട എന്ന ചീത്തപ്പേര്. കലപില ശബ്ദമുണ്ടാക്കും, തുറന്നുവിട്ടാൽ ചാടി പറക്കും, തലയിടിച്ച് വീണ് ചാവും. അങ്ങനെ പല പല കാട്ടു സ്വഭാവങ്ങൾ. അതിനൊക്കെ നേർവിപരീതമാണ് ഈ വെള്ളക്കാടകൾ. ഇത് നമ്മളുമായിട്ട് കൂടുതലിണങ്ങും. മറ്റേ കാട തുറന്നു വിട്ടാൽ പറന്നു പോകും, ഇതങ്ങനെ പറന്നു പോകത്തില്ല. ആൾക്കാരുമായിട്ട് നല്ല ഇണക്കമുള്ള പിന്നെ ഇതിനെ ലവ് ബേഡായിട്ട് നമുക്ക് വളർത്താം. പിന്നെ നല്ല സൗന്ദര്യമുള്ള കാടയാണ്. ആള് പാവമാണെങ്കിലും മുട്ടയുടെ കാര്യത്തിൽ സാധാരണ കാടകളേക്കാൾ മിടുക്കികളാണ് ഇവർ. സാധാരണ കാടകൾ വർഷത്തിൽ ശരാശരി 280 മുട്ട തരുമ്പോൾ വെള്ളക്കാടകൾ 320 മുട്ട തരും. മുട്ടയുടെ വലിപ്പത്തിലും സ്വാദിലും വ്യത്യാസങ്ങളില്ല. രണ്ടിനം കാടയ്ക്കും ഒരേ ഇനം മുട്ട. വെള്ളക്കാട നന്നായി മുട്ട തരണമെങ്കിൽ അതിൻ്റേതാകുന്ന സാഹചര്യം ഒരുക്കണം എന്ന് മാത്രം. ആ പറയുന്നത് കറക്റ്റ് തീറ്റയും കാടയ്ക്കുള്ള സ്റ്റാർട്ടറും പിന്നെ ലെയർ മാഷ് കാടത്തീറ്റയുണ്ട്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കറക്റ്റായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ മുട്ടയിടൂ. അല്ലാതെ ഗോതമ്പ് അരി ഇങ്ങനൊന്നും കൊടുത്താൽ മുട്ട കിട്ടത്തില്ല. അതിൻ്റെ കറക്റ്റ് തീറ്റ തന്നെ കൊടുക്കണം. സാധാരണ കാടയേക്കാൾ തീറ്റ ഇവയ്ക്ക് കുറവ് മതി എന്ന പ്രത്യേകതയുമുണ്ട്. സാധാരണ കാട ശരാശരി 30 ഗ്രാം തീറ്റ എടുക്കുമ്പോൾ വെള്ളക്കാടയ്ക്ക് 25 ഗ്രാമിൽ താഴെ തീറ്റ മതി. വൻതോതിൽ കാട വളർത്തുന്നവരെ സംബന്ധിച്ച് കാടയൊന്നിലെ ഈ തീറ്റ വ്യത്യാസം വലിയ ലാഭമാണ്. വെള്ളക്കാട തീറ്റ കുറയ്ക്കുന്നതിന് കാരണമുണ്ട്. സാധാരണ കാടകൾ കൂട്ടിനുള്ളിൽ ബഹളക്കാരായതിനാൽ ഒരുപാട് ഊർജം അവയ്ക്ക് വേണം. അതുകൊണ്ട് തീറ്റയും ധാരാളം വേണം. എന്നാൽ ഇവയുടെ സ്വഭാവം അതല്ലല്ലോ. ഈ വെള്ളക്കാട് ജെന്റിലായതിനാലും കൂട്ടിൽ വളരെ സൗമ്യമായി പെരുമാറുന്നതിനായാലും അതിനത്രയും എനർജി വേണ്ടാത്തത് കൊണ്ട് അതിന് കുറച്ച് തീറ്റ എടുക്കുന്നുള്ളൂ. അപ്പോൾ തീറ്റ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 7 ഗ്രാം ആയിരുന്നാലും 8 ഗ്രാം ആയിരുന്നാലും കുറയുമ്പോൾ തന്നെ കർഷകന് അതിൽ നിന്ന് ലാഭം ഉണ്ടാകുന്നു. വീട്ടിന് മുന്നിൽ കൂടിലിട്ട് വളർത്തിയാൽ ലവ് ബേർഡ് പോലെ ഒരു പക്ഷിയാണെന്നേ ആർക്കും തോന്നും. വീട്ടുകാർക്ക് ഭക്ഷണവും പണവും തരുന്ന ഒരു ലവ് ബേർഡ്. കുട്ടികൾക്ക് പോലും എടുത്തോമനിക്കാവുന്ന സൗമ്യതയും. അതെ, ഇത് കാട്ടുപക്ഷിയല്ല, വീട്ടുപക്ഷി. കാടിൻ്റെ വന്യതയ്ക്ക് പകരം വീടിന് വേണ്ട അടക്കവും ഒതുക്കവും. ഇത്തരമൊരിനത്തിൻ്റെ സവിശേഷതകൾ പറയുമ്പോൾ നിർബന്ധമായും ഓർക്കേണ്ട ഒരാളുണ്ട്, ഡോക്ടർ ശശിധരൻ. അദ്ദേഹത്തിൻ്റെ 23 വർഷത്തെ ഗവേഷണത്തിൻ്റെ ഫലമാണ് ഈ വെള്ളക്കാട. ഡോക്ടർ ശശിധരൻ എന്ന വെറ്ററിനറി ശാസ്ത്രജ്ഞനിലൂടെ ലോകത്തിന് ഈ വെള്ളക്കാടകൾ ലഭിച്ചതിൻ്റെ കഥ തുടങ്ങുന്നത് ഇങ്ങനെ. ആദ്യം കോഴി വളർത്തലാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് ഒരു 4-5 വർഷം കഴിഞ്ഞാണ് ഹാച്ചറി തുടങ്ങിയത്. ഹാച്ചറി തുടങ്ങി ആദ്യം മറ്റേ കറുത്ത കാടയായിരുന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ വിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വെള്ളക്കാടയുടെ 2 കുഞ്ഞുങ്ങൾ വന്നത്, അൽബിനോ കോഴി. വെള്ളജനിതകം യാദൃശ്ചികമായി തെളിഞ്ഞു വന്ന കാടകളെ ജോഡി ചേർത്ത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി. സ്ഥിരമായ ജനിതക ഘടന കൈവരിക്കാനും വെള്ളക്കാടയുടെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കിയെടുക്കാനുമായി ഈ പ്രക്രിയ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. സെലക്റ്റീവ് ഇൻബ്രീഡിംഗ് എന്നതാണ് ഇതിൻ്റെ സാങ്കേതിക നാമം. അങ്ങനെ 125 തലമുറകൾ പരീക്ഷണങ്ങൾ നീണ്ടു. കൊല്ലം അയത്തിലുള്ള സ്വന്തം ഫാമിലും ഹാച്ചറിയിലുമായി നടന്ന ഗവേഷണം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. 2 കാടയിൽ നിന്ന് അതൊരു 10-25 കാടയായപ്പം ഒരിക്കൽ പട്ടി എന്തോ കയറി പിടിച്ചു. അത് 10-20 എണ്ണം നഷ്ടപ്പെട്ടായിരുന്നു.
പിന്നെ ഇത് വേറെ ഒരിടത്ത് കുറച്ച് കൊടുത്തിരുന്നു. പിന്നെ അതിൽ നിന്ന് വീണ്ടും ഇങ്ങനെ മുട്ടയെടുത്ത് അന്ന് നമ്മളത് ഇങ്ങനെ പോയപ്പം വലിയൊരു നഷ്ടമായിട്ട് തോന്നിയായിരുന്നു. അങ്ങനെ ആ ഉള്ള കുറച്ച് കാടയിൽ നിന്നാണ് വീണ്ടും ഇത്രയും പ്രൊഡ്യൂസ് ചെയ്തത്. ഡോക്ടർ ശശിധരൻ്റെ കഷ്ടപ്പാടിന് ഫലമുണ്ടായി. തൻ്റെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്ന ഗുണഗണങ്ങളോടെ തന്നെ വെളുത്ത കാടകൾ വെളുന്തുറ ഡൊമസ്റ്റിക് കൊയിൽ അഥവാ വെളുന്തുറ വളർത്തുകാട എന്ന പേരിൽ യാഥാർത്ഥ്യമായി. കർഷക ലോകത്തിന് തൻ്റെ പക്ഷിയെ അദ്ദേഹം പരിചയപ്പെടുത്തി. ആദ്യം വിരിയുന്ന സമയത്ത് ഇതിനകത്ത് പിന്നെ പ്യുവർ വൈറ്റ് അല്ലായിരുന്നു. പിന്നെ ഓരോ ജനറേഷൻ കഴിയും തോറും ഇങ്ങനെ കുറച്ച് ഇതായിട്ട് വൈറ്റ് ഇങ്ങനെ, പിന്നെ ആ വൈറ്റിനെ മാത്രം മുട്ടയെടുത്ത് അതിനെ വിരിച്ച് അങ്ങനെ സെലക്ട് ചെയ്താണ് ഇതിനെ പ്യുവർ വൈറ്റ് ആക്കിയത്. എന്നാൽ ലോകത്തിൻ്റെ അംഗീകാരം ഏറ്റുവാങ്ങാൻ നിൽക്കാതെ ദിവസങ്ങൾക്കകം ഡോക്ടർ ശശിധരൻ ലോകത്തോട് വിട പറഞ്ഞു. ഈ വളർത്തു പക്ഷിയെ പ്രചരിപ്പിക്കുക എന്ന സ്വപ്നമാണ് ഇപ്പോൾ ഡോക്ടറുടെ കുടുംബം ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എല്ലാ വീട്ടിലും, ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ലക്ഷക്കണക്കിന് മുട്ടയാണ് ദിവസം ഇവിടെ ഇറങ്ങുന്നത്. അതുകൊണ്ട് എല്ലാ വീടാന്തോറും കാടയും കൂടും സപ്ലൈ ചെയ്ത് എല്ലാ വീട്ടിലും അവരവർക്ക് ആവശ്യമുള്ള കാടമുട്ട ഉൽപ്പാദിപ്പിക്കുക. അതായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നടപ്പാക്കാനാണ് ഈ ഹാച്ചറി. മാസം തോറും 4000-ലധികം വെള്ളക്കാട കുഞ്ഞുങ്ങളാണ് ഇവിടുന്ന് വിരിഞ്ഞിറങ്ങുന്നത്. അടവയ്ക്കേണ്ട മുട്ടകൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ തുടങ്ങുന്ന പ്രയത്നമാണ് ഹാച്ചറിയിലേത്. കാടമുട്ടകൾ സൂക്ഷിച്ച് അടക്കി ഒതുക്കി 15 ദിവസം സെറ്ററിൽ വയ്ക്കുന്നു. തികച്ചും ആധുനികമായി സജ്ജീകരിച്ച ഹാച്ചറിയാണ് ഇവിടെ ഉള്ളത്. ഊഷ്മാവും ആർദ്രതയുമെല്ലാം സ്വയം ക്രമീകരിക്കുന്ന സംവിധാനങ്ങൾ. അടയിരിക്കുന്ന തള്ളക്കോഴി മുട്ടകളെ അനക്കുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ നിശ്ചിത കോണിൽ മുട്ട തിരിയാനുള്ള സംവിധാനം. ഇൻക്യുബേറ്ററിൽ നിന്നെടുത്ത് 2 ദിവസം ഹാച്ചറിയിൽ വയ്ക്കുന്ന മുട്ടകൾ അടവച്ച് 17-ാം ദിവസം കാടക്കുഞ്ഞുങ്ങളായി മാറുന്നു. ഓരോ 3 ദിവസം കൂടുമ്പോഴും 500 മുട്ടകൾ വിരിയിക്കാൻ വയ്ക്കും. ഇതിൽ 60 മുതൽ 70% വരെ, അതായത് 350 മുട്ടകൾ വിരിഞ്ഞു കിട്ടും എന്നാണ് ഏകദേശ കണക്ക്. പിറന്നതു മുതൽ 45 ദിവസം വരെ സൂക്ഷിച്ച ശേഷമാണ് ഇവിടെ നിന്ന് വെള്ളക്കാടകളെ വിതരണം ചെയ്യുന്നത്. 45 ദിവസം പ്രായമാകുക എന്നാൽ മുട്ടയിട്ട് തുടങ്ങുക എന്നാണ് അർത്ഥം. മുട്ടയിടുന്ന പിടക്കാടയ്ക്ക് വില 90 രൂപ. കാടക്കുഞ്ഞുങ്ങൾ വളർത്തി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കൂടുതൽ ശ്രദ്ധ വേണം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെക്കാളും. പക്ഷേ മുട്ടക്കോഴി കുഞ്ഞിനെ ഇടുന്നതിലും കൂടുതൽ കാടക്കുഞ്ഞുങ്ങളെ നമുക്ക് അതിൻ്റെ സ്ഥലങ്ങളിലിടാം. അതായത് ഒരു മുട്ടക്കോഴിയെ നമ്മൾ ഇടണമെങ്കിൽ 2 സ്ക്വയർ ഫീറ്റ് വേണം. 8 കാടക്കുഞ്ഞിനെ നമുക്ക് ആ സ്ഥലത്ത് 8 കാടകളെ നമുക്ക് ആ സ്ഥലത്തിടാം. അപ്പോൾ തന്നെ നമുക്കറിയാം ചെറിയ സ്ഥലം, ചെറിയ കൂടുള്ള ഏതൊരു സാധാരണ കർഷകനും ഒരുപാട് കാടയിട്ട് മുട്ട കൂടുതൽ ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ അതാണ് നമ്മുടെ മെച്ചം. മുട്ടക്കോഴികളിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ കൈരളി എന്ന പുതിയ സങ്കരയിനം കോഴികളെ സൃഷ്ടിച്ച ചരിത്രവും ഡോക്ടർ ശശിധരനുണ്ട്. 9 ഇനം സ്വദേശി കോഴികളുടെയും 2 ഇനം വിദേശ കോഴികളുടെയും സ്വഭാവങ്ങൾ കലർത്തിയാണ് കൈരളിയെ വികസിപ്പിച്ചത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രിയ ഇനം ഈ വെള്ളക്കാടകൾ തന്നെയായിരുന്നു. ജെന്റിൽ സ്വഭാവം വരാനായിട്ട്, അതായത് അതിൻ്റെ സെൻസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ വന്യമായ സ്വഭാവം കാണിക്കുന്ന പക്ഷികളുടെ കൂടെ ഇടാതെ ഒതുക്കി ഓരോ ജനറേഷനിലും എത്രത്തോളം അത് ജെന്റിലാവുന്നു എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചതിന് ശേഷം ഓരോ ജനറേഷനിലും ജെന്റിൽ സ്വഭാവം കൊടുത്തു. കാട്ടുപക്ഷികളെ വളർത്തിയെടുക്കുന്നതിന് വിലക്കുണ്ടാകും എന്ന ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലാതാക്കുന്നതാണ് വെള്ളക്കാടകൾ. പുതിയ ജനിതക ഇനമായതിനാൽ വനം വകുപ്പിന് എതിർപ്പുണ്ടാകേണ്ട ഒരു കാര്യവുമില്ല. പ്രതിരോധശേഷിയിലും മുന്നിൽ. കാടകൾ പൊതുവെ പ്രതിരോധ ശക്തി കൂടുതൽ ഉള്ളവയാണ്. നമുക്ക് മുട്ടക്കോഴികൾക്ക് വരുന്ന പലവിധ രോഗങ്ങളും കാടയ്ക്ക് വരാറില്ല. അതായത് നമ്മുടെ ആൽബിനോ കോയിൽ, വെളുന്തുറ ഡൊമസ്റ്റിക് കോയിൽ, ആദ്യം ഇത് ഫസ്റ്റ് സെക്കൻഡ് ജനറേഷനിലൊക്കെ പ്രതിരോധ ശക്തി കുറവായിരുന്നു. അത് പക്ഷേ ഓരോ ജനറേഷൻ പിന്നിട്ടപ്പോൾ അതും നമ്മുടെ ജാപ്പനീസ് കോയിലിനെ പോലെ തന്നെ പ്രതിരോധ ശക്തിയുള്ള ഒരു കാടയായി മാറിയിരിക്കുകയാണ്. ഇന്ന് നമ്മളുടെ ഫാമിൽ ഒരു അസുഖം എന്തെങ്കിലും ഒരു രോഗം എന്ന് പറയാൻ നമുക്ക് വരാറില്ല. പിന്നെ കാടകൾക്ക് വിരശല്യമില്ല. അപ്പം നമുക്ക് വിരയിളക്കേണ്ട ആവശ്യവും വരുന്നില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു പിടി മുന്നിലുള്ള കാടക്കൂട്ടമായി വെള്ളക്കാടകൾ
ഡോക്ടർ ശശിധരൻ എന്ന കർഷകനെ സ്നേഹിച്ച ശാസ്ത്രജ്ഞൻ്റെ ഓർമ്മകൾ പകർന്ന ശക്തിയുമായി തല ഉയർത്തി നിൽക്കുന്നു. വെള്ളക്കാടയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ബന്ധപ്പെടേണ്ട വിലാസം ശ്രദ്ധിക്കുക. വെളുന്തറ ഹാച്ചറീസ്, അയത്തിൽ പാലത്തിന് സമീപം, കല്ലുംതാഴം PO, കിളികൊല്ലൂർ, കൊല്ലം. ഫോൺ നമ്പർ 9447721187. നമ്പർ ഒരിക്കൽ കൂടി 9447721187. നാട്ടുപച്ചയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. പാലക്കാട്ടേക്കാണ് ഇനി നമ്മുടെ യാത്ര. പാലക്കാട് കഞ്ചിക്കോട്ടേക്ക്. മണി എന്ന കർഷകനെയാണ് ഇനി നമ്മൾ കാണുന്നത്. വന്യജീവികളുടെ വെല്ലുവിളി നേരിട്ടാണ് മണിച്ചേട്ടൻ്റെ കൃഷിജീവിതം. അതിന് അദ്ദേഹത്തെ സഹായിക്കുന്ന സോളാർ ഫെൻസിങ്ങും പരിചയപ്പെടാം. പി മണി എന്ന മീശമണി. ഒരുപാട് മണിമാരുള്ള പാലക്കാട് കഞ്ചിക്കോട് മീശമണി എന്ന് പറഞ്ഞാലായിരിക്കും നാട്ടുകാർക്ക് പെട്ടെന്ന് ആളെ മനസ്സിലാവുക. പണ്ട് നാടകത്തിൽ കാലന്റെ വേഷം കെട്ടിയപ്പോൾ വച്ച മീശ പിന്നെ മാറ്റിയില്ല. അങ്ങനെയാണ് മണി മീശമണിയായത്. മണിയേട്ടൻ നമ്മളെ സ്വന്തം കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോകും. അത്ര പെട്ടെന്ന് അവിടെ എത്താനാകില്ല. വണ്ടി എത്തുന്ന വഴിയിൽ നിന്നും 2-3 കിലോമീറ്റർ അകത്തേക്ക് നടക്കണം. നോക്കി വരണേ, വഴിയൊന്നും കുഴപ്പമൊന്നുമില്ല, വന്നോളൂ. ഇപ്പോൾ പ്രായം 63 വയസ്സ്. കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയിൽ ജീവനക്കാരനായിരുന്നു. 36 വർഷം. ഫാർമസി ജോലി ഈ ഷിഫ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഷിഫ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ വരുന്ന ഷിഫ്റ്റിന് ഞാൻ വേറെ ജോലിക്ക് പോകും. ഹാഫ് നൈറ്റ് ഫുൾ നൈറ്റ് ഉണ്ടാകുമ്പോൾ. എന്നാലേ ഈ കാശ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ജീവിക്കണ്ടേ. അതും 2 പെൺകുട്ടികൾ നമ്മൾ കൈക്കോട്ടെടുത്ത് പിടിച്ച് വെട്ടിയാൽ അതൊന്ന് കിട്ടണത് എന്തെങ്കിലും നമുക്ക് ജീവിതം കഴിഞ്ഞു പോവാ. പിരിഞ്ഞപ്പോൾ കിട്ടിയ കാശ് കൊണ്ട് വലിയ വീട് വെച്ച് താമസിക്കാനോ വിശ്രമിക്കാനോ തോന്നിയില്ല. കയ്യിലെ കാശെടുത്ത് കൃഷി ചെയ്യാനാണ് തോന്നിയത്. പെൻഷൻ ചെയ്യുന്നത് മേനേജരടക്കം ചോദിച്ചതാണ്, കനറ മേനേജർ. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ വെറുതെ ഇരുന്നാൽ പോരല്ലോ, നമ്മൾ അധ്വാനിച്ച് നോക്കുക. അതിലെന്താ ഗുണം കിട്ടുന്നത്? മണ്ണല്ലേ, മണ്ണിൽ നിന്ന് നമ്മൾ എന്തും ചെയ്യാമെന്നൊരു മനസ്സിൻ്റെ ഒരു ധൈര്യം. മക്കളെ കെട്ടിച്ചയച്ച ശേഷവും തൂമ്പ താഴെ വച്ചിട്ടില്ല. തൂമ്പ പ്രയോഗത്തിന് തിരഞ്ഞെടുത്ത സ്ഥലം ഇതുപോലെ ഇത്രയും ദൂരത്ത്. നടന്നിട്ടും എത്തില്ലെന്ന് തോന്നുമെങ്കിലും മണിയേട്ടൻ ദിവസവും 2 നേരം ഇവിടെ വരും. വേലഞ്ചേരി മലയിൽ വരുന്ന വെള്ളം, ഈ വെള്ളം വന്ന് എല്ലാ കൃഷിക്കും നമ്മൾ ഈ ഭാഗം കംപ്ലീറ്റ് എടുക്കുന്നത് ഈ വെള്ളം കൊണ്ടാണ്. ആ വേലഞ്ചേരി പറയും ആ മലിൻ്റെത്. അത് ഇതേമാതിരിയുള്ള ഏരിയകളുണ്ട്. ഇതിവിടെ കൊണ്ട് വെള്ളം സ്റ്റോക്ക് ചെയ്തിട്ട് വേണം നമ്മൾക്ക് കൃഷിക്ക്. കാട്ടിനരികിൽ മലകൾക്ക് താഴെയാണ് മണിയേട്ടന്റെ പാടം. പാട്ടത്തിനെടുത്തതുൾപ്പെടെ 5 ഏക്കർ. 10,000 രൂപ വാർഷിക വാടക. മുമ്പ് വനമായിരുന്ന സ്ഥലമായ കാരണം സ്വാഭാവികമായും വന്യജീവികൾക്കും ഭൂമിയിൽ അവകാശമുന്നയിക്കാം. അതായത് ഇത് പണ്ട് തൊട്ടും ഈ കൃഷിക്ക് മലയോരത്ത് വന്യജീവികളുടെ ശല്യം കൊണ്ട് എല്ലാവരും കൃഷി എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഫോറസ്റ്റുകാർ പെൻസിങ് കൊണ്ടുവന്നു. അപ്പോൾ ലേശം ആനൻ്റെ ശല്യങ്ങൾ കമ്മിയായി എന്ന് കേട്ടു. പിന്നെ ആന കടന്ന് വീണ്ടും വരുന്നത് അവർ പറയുന്നത് എന്ന് പറഞ്ഞു, മലയായതുകൊണ്ട് മരത്തിനെ കൊണ്ട് ഈ കമ്പിൻ്റെ മേലെ ഇടുക. കമ്പിൻ്റെ മേലെ ഇട്ടിട്ട് ആന അങ്ങോട്ട് ചവിട്ടിക്കയറി വരുമ്പോഴേക്കും പിന്നെ അത് അധികം. പിന്നെ മയിൽ, കുരങ്ങ്, ഒരു തെങ്ങ് കൃഷി ഒരു നാളികേരം എടുക്കാൻ ഈ വടക്ക് ഭാഗത്ത് ഉള്ള തെങ്ങുകൾക്കൊന്നും പറ്റില്ല. ആ കുരങ്ങിൻ്റെ ശല്യം. പിന്നെ നമ്മൾ എന്തെങ്കിലും ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അത് ഫോറസ്റ്റുകാരുടെ ശല്യം, അത് വേറെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങളെങ്ങനെ ഇത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാനിത് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ തമിഴ്നാടൊക്കെ ഈ മോഡലാണ്, ഈ പെൻസിങ്. അപ്പോൾ എന്താ പെൻസിങ് അറിയില്ല. ഞാൻ ഫോറസ്റ്റുകാരനോടും മറ്റുള്ളവരോടും ചോദിച്ചു. അങ്ങനെയുള്ള അന്വേഷണത്തിനൊടുവിലാണ് സൗരോർജ്ജ വേലി കെട്ടാൻ തീരുമാനമെടുക്കുന്നത്. നാടുവിട്ട് ഇത്രയും ദൂരത്തെത്തി കൃഷി ചെയ്യുമ്പോൾ മണിച്ചേട്ടന് ധൈര്യം നൽകുന്നത് ഈ പ്രതിരോധ വേലിയാണ്. സോളാർ എന്ന് കേട്ടാൽ നാട്ടിലുള്ളവർക്ക് ചെറിയ ചിരി വരുന്ന കാലമാണെങ്കിലും കാട്ടിലെ മൃഗങ്ങൾക്ക് പേടിയാണ്.
അതാണ് മണിച്ചേട്ടൻ്റെ സോളാർ ബന്ധത്തിൻ്റെ വിജയവും. വേലി ഇത് അഴിക്കാനും ഇതിൻ്റെ ഒക്കെ കൂടി 1,15,000 രൂപ ചിലവായി. ഈ സാധനങ്ങൾ ഊട്ടി മേട്ടുപ്പാളയത്തിൽ നിന്ന് മേടിച്ചിട്ട് വരണം. അന്ന് മേടിച്ചിട്ട് വന്നാൽ അത് ഫോറസ്റ്റുകാരൻ്റെ അനുമതിയോടെ കൂടിയിട്ട് ചെയ്തു. അതിന് ശേഷം കുറച്ച് സമാനമുണ്ട് വന്ന മുട്ടി ഇതുവരെയൊന്നും പാൽട്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചേമ്പ്, കൂർക്ക, ചേന ഇതൊക്കെ എടുക്കാനുള്ള ഒരു ഇത് ചെയ്യാൻ തുടങ്ങിയത്. അതാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം ചെറുത്തില്ലെങ്കിൽ മണ്ണിൽ നട്ടുവളർത്തിയ സ്വപ്നങ്ങളുടെയൊക്കെ കാര്യം പോക്കാണ്. ചെറിയ സ്ഥലമാണെങ്കിലേ മതിൽ കെട്ടി സംരക്ഷിക്കാൻ കഴിയൂ. മുള കിട്ടാൻ പ്രയാസമായതും കൂലിച്ചെലവ് കൂടിയതും മുള്ളുവേലിയുടെ സാധ്യതയും കുറച്ചു. കമ്പിവേലി ചെലവേറിയതും ഈട് കുറഞ്ഞതുമാണ്. മാത്രമല്ല മൃഗങ്ങൾക്കൊപ്പം മോഷ്ടാക്കളെയും വിളയിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതുണ്ട്. അപ്പം നമ്മളിപ്പോൾ ചെയ്തത്, ഞാൻ തെങ്ങിനാണ് ആദ്യം ചെയ്തത്. തെങ്ങ് നശിക്കുന്നു പോകണമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ചെയ്തത്. പിന്നെ നെല്ലിന് വന്നിട്ട് നെല്ല് കതിരായി സമയത്ത് പന്നികൾ വന്ന് ഭയങ്കര ശല്യപ്പെടുത്തും. അതെല്ലാം വഴിച്ച് കേടുവരുന്നു. അപ്പോൾ റെഡിമെയ്ഡ് തത്സമയം ബുഷ് വാങ്ങി ഒരു തറി കോലൊക്കെ വെച്ച് കെട്ടി കമ്പി ഒരു ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ വന്നൊന്ന് മുട്ടി ഇരത്ത് ഒന്നും ചാവൊന്നുമില്ല. ഒരു അടി കിട്ടിയാൽ പിന്നെ അവൻ വരില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഇത് ചെയ്യുന്നത്. മണ്ണിൽ ഉറപ്പിക്കുന്ന ഒരു ഊർജ്ജദായിനി. അതിൽ നിന്ന് ചെറിയ അളവിൽ വൈദ്യുതി കമ്പികളിലേക്ക് പ്രവഹിപ്പിക്കുകയാണ് സൗരോർജ്ജ വേലി ചെയ്യുന്നത്. മനുഷ്യരോ മൃഗങ്ങളോ കമ്പിയിൽ തൊടുമ്പോൾ തന്നെ വൈദ്യുതി സർക്യൂട്ട് പൂർത്തിയാവുകയും വൈദ്യുതി പ്രവാഹമുണ്ടാവുകയും ചെയ്യും. ഷോക്ക് ഞെട്ടലുണ്ടാക്കാൻ മാത്രം കടുപ്പമുള്ളതായിരിക്കും. മരണം സംഭവിക്കുകയില്ല. ഞാൻ രാത്രി ഇവിടെ കിടക്കാറുണ്ട്. ഇവിടെ കിടന്നു കഴിഞ്ഞാൽ തന്നെ ആന വന്ന് ഇതിൽ ആ ഭാഗത്തൂടെ പോകണം, വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. പിന്നെ മറ്റേ പന്നികളൊക്കെ വന്നാൽ ഒന്നും മൂട്ടില്ല. അവൻ പേടിച്ച പിന്നെ ഈ വഴിക്ക് ഒരു കമ്പി കണ്ടാലും അവന് പേടിയാണ് മറ്റുള്ളവിടെ പോയാലും. ആ ഒരു ഗുണമുണ്ട് എന്നാണ് മറ്റുള്ളവർ കൃഷിക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് AC മെയിനുമായി കണക്ട് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇടിയോ മിന്നലോ കാറ്റോ മൂലം അപകടമുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. സൗരോർജ്ജവേലി 10 വർഷത്തിലധികം ഈട് നിൽക്കും. ബാറ്ററിയുടെ ഈട് 5 വർഷത്തോളമാണ്. വേലി നിർമ്മാണം താരതമ്യേന ചെലവ് കുറഞ്ഞതും എളുപ്പവുമാണ്. അറ്റകുറ്റപ്പണിയും എളുപ്പത്തിൽ ചെയ്യാനാകും. ഇവിടെ മണിച്ചേട്ടൻ തന്നെ ഈ പണിക്കെല്ലാം ധാരാളം. തുടർച്ചയായ നിരീക്ഷണം വേണം എന്നതാണ് സൗരോർജ്ജവേലി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഗുണം സോളാർ ഫെൻസിങ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഗുണമുണ്ട്. എങ്കിലും വയസ്സായി നമ്മൾ 2 നേരം വന്ന് നോക്കണം. അതാണ് ഈ കൃഷി എടുക്കാൻ ഇവിടെ എല്ലാം വന്നോ അല്ലെ ഓൺ ചെയ്തിട്ട് പോയത് കൊണ്ട് പോരാ. ഫെൻസിങ് ചെയ്തുകൊണ്ട് പോരാ. ഫോറസ്റ്റൊക്കെ അങ്ങനെയാണ് ഇതായിക്കൊണ്ട് വരുന്നത്. ആന വീണ്ടും കിടക്കണം. നമ്മൾ 2 നേരം വന്ന് നോക്കി അതിൽ ഇരത്ത് മുട്ടുണ്ടോ നോക്കാനുള്ള ഇതും കൂടി ഉണ്ടെങ്കിൽ അത് മെച്ചമാണ്. നെല്ലാണ് മണിച്ചേട്ടൻ്റെ പ്രധാന കൃഷി. ഏറ്റവും ഒടുവിൽ വിളവെടുത്തപ്പോൾ 3.5 ടൺ നെല്ല് കിട്ടി. വാഴ, ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, കടല, പയർ, കൂവ എന്നിങ്ങനെ പല ചെടികൾ കൃഷി ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും ഇങ്ങനെ ഒരു തരം കൃഷി മാത്രം പോരാന്നാണ് എൻ്റെ മനസ്സിൽ. ഏതെങ്കിലും ഒന്ന് പോയാലും ഒന്ന് കിട്ടും എന്നാണ്. ഈ വർഷം വാഴയില്ല, അല്ലെങ്കിൽ നേന്ത്രവാഴ വയ്ക്കുകയായിരുന്നു. നേന്ത്രവാഴ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇഞ്ചി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇഞ്ചി വന്ന് 50 ഉറുപ്പിക്ക് 1 കിലോ കൊടുത്തു. ഒരു 1.5 ടണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആര്യവൈദ്യ ഫാർമസിക്ക് തന്നെ കൊടുത്തത്. ശാസ്ത്രീയമായ വിളപരിപാലനത്തോടൊപ്പം മണ്ണിന്റെ വിളവ് കൂട്ടാൻ ചില നാടൻ പ്രയോഗങ്ങളും മണിച്ചേട്ടൻ നടത്താറുണ്ട്. അതിലൊന്നാണ് കൃഷി ഇറക്കും മുമ്പ് ആടിനെ കണ്ടത്തിലിറക്കുന്ന പരിപാടി. ആട് ഇറക്കുക പറഞ്ഞപ്പോൾ ഈ നെൽകൃഷി കഴിഞ്ഞു. ആട് എങ്ങനെ ഇറക്കണമെന്ന് ചോദിച്ചാൽ കുറുമ്പയാട്, ചെമ്പരിയാട് കിഴക്കുന്ന് വരും. ആ കൂട്ടം ഒരു 1000, 500, 1000 ഓരോ ടീമായിട്ട് വരും. അപ്പോൾ ഒരു രാത്രി കിടത്തി കഴിഞ്ഞാൽ വിളയെടുത്ത് കഴിഞ്ഞു നമ്മൾ പൂട്ടിയിട്ടു, അല്ലെങ്കിൽ വെറുതെ തന്നെ വിളയെടുത്ത് കഴിഞ്ഞപ്പോൾ ജൈവവളത്തിന് നമ്മൾ രാസവളത്തിൻ്റെ ബദലായിട്ട് ഇത് ചെയ്താൽ ഇത്തിരി ഗുണമുണ്ട്. ആ കൃഷി നന്നായി പോസിറ്റീവ് വരും. അതിന് ഒരു ടീം ഒരു ആട് വന്നു കഴിഞ്ഞാൽ ഒരു 500, 1000 ആടിന് വന്ന് 400 രൂപ ഒരു നൈറ്റ് കൊടുക്കണം. അവരെവിടെ കിടന്ന് അടുത്ത വലയിട്ട് അടുത്ത കണ്ടത്തിൽ കയറ്റും. അങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 11 ദിവസം ആട് പട്ടിയിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ അവർക്കുള്ള വെള്ളവും സൗകര്യവും ഭക്ഷണവും ഒക്കെ നമ്മൾ കൊടുക്കണം. പൈസ 400 രൂപ വെച്ച് ഒരു ദിവസം കൊടുക്കണം. കൃഷിയിടത്തിലെയും ജീവിതത്തിലെയും എല്ലാ വെല്ലുവിളികൾക്കും കൂട്ടായി ഭാര്യ മണിച്ചേട്ടൻ്റെ ഒപ്പം തന്നെയുണ്ട്. 3 കൊല്ലമായി സൗരോർജ്ജവേലി എന്ന പരീക്ഷണം നടത്തിയിട്ട്
ഇതുവരെയുള്ള അനുഭവത്തിൽ മണിച്ചേട്ടൻ ഹാപ്പി. കൂടുതൽ പേർ ഇത്തരം വേലിയുണ്ടാക്കാൻ വരുന്നുണ്ട്. മണിച്ചേട്ടൻ തന്നെ കൂടുതൽ സ്ഥലത്തേക്ക് വേലി വലുതാക്കുന്നു. അടുത്ത് വെറുതെ കാട് പൊത്തി കിടക്കേണ്ടത് ഇത് കണ്ടില്ല, കംപ്ലീറ്റും കാടാണ്. അപ്പോൾ അങ്ങനെ അവരിനോട് ചോദിക്കുകയാണ് ഞാൻ, അത് നിങ്ങൾ കാട് പൊത്തണ്ട, അങ്ങോട്ട് തരണോ, ഞാൻ എന്തെങ്കിലും ചെയ്യുക, എന്നാലേ എൻ്റെ ഈ കൃഷി എടുക്കാൻ പറ്റുള്ളൂ. കാട്ടിനുള്ളിൽ വൈദ്യുതി ബന്ധം ഇല്ലാതാകുന്നത് പതിവാണ്. സൂര്യന്റെ വെളിച്ചമുള്ളിടത്തോളം സൗരോർജ്ജ വേലി പ്രവർത്തനം മുടക്കില്ല. വെയിൽ തീരെയില്ലാത്ത സമയത്ത് വൈദ്യുതി കടത്തിവിടാനും സൗകര്യമുണ്ട്. അതായത് ഇപ്പോൾ അങ്ങനെ നമ്മൾ അധ്വാനിക്കുന്നത് കൊണ്ട് ഒരുവിധം വിജയം അങ്ങോട്ട് കൊണ്ട് നമ്മൾ ആദ്യം ഭാര്യയും ഭർത്താവും മക്കളും വന്നിട്ട് വേണ്ടിയ സഹായങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഏത് നേരം ഒരു വളം വീസണോ എന്ന് പറഞ്ഞിട്ട് ആൾ വിടാൻ പാടില്ല. കുറച്ച് മരുന്നടിക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണ്ടിയിട്ട് ആൾ വിട്ടാൽ നമുക്ക് നഷ്ടം. ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടെങ്കിൽ നമ്മൾ ചിലവും കഴിഞ്ഞ് അങ്ങനെ ഒരു വിധം. ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി തിരിച്ചു നടക്കാം. ദൂരം കുറേ പോകാനുണ്ട്. കാട്ടിനുള്ളിലെ കൃഷിയിടം നൽകുന്ന സംതൃപ്തിയോടെ മണിച്ചേട്ടൻ മടങ്ങുന്നു. നാളെ വീണ്ടും എത്താനായി. മണിച്ചേട്ടനെ നേരിട്ട് പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടേണ്ട വിലാസം ഇതാണ്: പി മണി, ബിന്ദു നിവാസ്, പാണ്ഡ്യത്തുപാടം, കഞ്ചിക്കോട്, പാലക്കാട്. ഫോൺ 9495761359. നമ്പർ ഒരിക്കൽ കൂടി 9495761359. കാർഷിക രംഗത്തെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന അറിയിപ്പുകളിലേക്ക്. ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു. രോഹു, കട്ല, മൃഗാൽ, ഗ്രാസ് കാർപ്പ് തുടങ്ങിയ ഇനങ്ങളിലെ കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്യുന്നത്. മത്സ്യകൃഷിക്ക് ഹെക്ടറിന് 50,000 രൂപ വരെ തീറ്റ സബ്സിഡിയും നൽകും. മത്സ്യ ക്ലബ്ബുകൾക്കും വ്യക്തികൾക്കും ആനുകൂല്യം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലകളിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുമായോ മത്സ്യവികസന ഏജൻസിയുമായോ മത്സ്യഭവനുകളുമായോ ബന്ധപ്പെടുക. 6ാമത് ബാലശാസ്ത്ര കൃഷി കോൺഗ്രസ് ജനുവരി 9-10 തീയതികളിൽ തൃശൂരിൽ നടക്കും. കുടുംബകൃഷിയാണ് ഇത്തവണത്തെ മുഖ്യ വിഷയം. കുട്ടികളുടെ കാർഷിക കലോത്സവവും മത്സരങ്ങളും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9495200255. കനകക്കുന്ന് പുഷ്പോത്സവം ജനുവരി 9 മുതൽ 18 വരെ അരങ്ങേറും. വിവിധ സർക്കാർ ഏജൻസികളും സ്ഥാപനങ്ങളും വ്യക്തികളും പുഷ്പോത്സവത്തിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. നമ്പർ 0471231638. നാട്ടുപച്ചയുടെ ഈ ആഴ്ചത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. നാട്ടുപച്ചയുടെ മുൻപുള്ള എപ്പിസോഡുകൾ manorama.news.com-ലും യൂട്യൂബിലും കാണാവുന്നതാണ്. പരിപാടിയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തുടർന്നും പങ്കുവയ്ക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. നാട്ടുപച്ചയുടെ നല്ല കാഴ്ചകൾക്കായി കാത്തിരിക്കുക. വീണ്ടും അടുത്തയാഴ്ച കാണാം. നന്ദി, നമസ്കാരം.